ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ്. ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് കൂവപ്പൊടിയിലാണ്. അതിനായി 2 സ്പൂൺ ചിയാ സീഡ്സ് ഒരു പാത്രത്തിലിട്ട് വെള്ളമൊഴിച്ച് കുതിർക്കാൻ വയ്ക്കാം. ചില ആളുകൾ തടി കുറയ്ക്കാൻ ചിയാ സീഡ്സ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അമിതമായി കഴിച്ചാൽ തടി കൂടുമെന്നാണ് പറയുന്നത്. അടുത്തതായി ഒരു പാത്രത്തിൽ 3 സ്പൂൺ കൂവപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി വെക്കാം. ഈ കൂവപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. കൂവപ്പൊടി കടയിൽ നിന്നും വാങ്ങിയാൽ 100 ഗ്രാമിന് 180 രൂപയാണ്. കൂവക്കിഴങ്ങ് വാങ്ങിയാൽ 1 കിലോയ്ക്ക് 100 രൂപ മാത്രമാണുള്ളത്. നമുക്ക് ഒരുപാട് പൊടിയും കിട്ടും. അത് പൊടിക്കുന്നത് എങ്ങനെയാണെന്ന് ഇതിനു മുമ്പേ ഉള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരേറി കാണേണ്ടതാണ്. കൂവപ്പൊടി വീട്ടിലുണ്ടെങ്കിൽ കോൺഫ്ലവർ പൊടിക്ക് പകരം ഉപയോഗിക്കാൻ പറ്റും. അതുമാത്രമല്ല, നോമ്പ് സമയമാവുമ്പോൾ നേരത്തെ കൂട്ടി ഇത് പൊടിച്ച് വെക്കുന്നത് നല്ലതാണ്. പാത്രം വെച്ച് 3/4 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചൂടാക്കാൻ വെച്ച് കൊടുക്കാം. ചൂടായി വരുമ്പോൾ മാത്രം കൂവപ്പൊടി കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ നേരത്തെ തന്നെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. പാല് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കലക്കി വെച്ചിരുന്ന കൂവപ്പൊടി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലോട്ട് 3 സ്പൂണ് കൂവപ്പൊടിയാണ് എടുത്തത്. നിങ്ങൾക്ക് ഇത്രയും കട്ടി വേണ്ടെങ്കിൽ 3 സ്പൂൺ എന്നുള്ളത് 2 സ്പൂൺ ആക്കി എടുക്കാം. ഇനി കൈ വിടാതെ ഇളക്കി കൊടുക്കാം. കുറുകി വന്നിട്ടുണ്ട്. ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഓരോരുത്തർക്കും മധുരം കൂട്ടിയാവാം കുറച്ചാവാം അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുക്കാൻ വയ്ക്കുമ്പോഴത്തേക്ക് ബാക്കി സാധനങ്ങളൊക്കെ എടുക്കാം. ഒരു ഏത്തക്ക എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് അരിഞ്ഞെടുക്കാം. അടുത്ത ഒരു ആപ്പിളും കൂടെ എടുക്കാം. പുളിയില്ലാത്ത എന്തൊക്കെ ഫ്രൂട്ട്സുകളുണ്ടോ അതെല്ലാം നമുക്കുള്ള ആവശ്യത്തിന് നമുക്ക് ഇഷ്ടമുള്ള ഐറ്റങ്ങളെല്ലാം ഇതിനകത്തോട്ട് ഇടാവുന്നതാണ്. നോമ്പ് സമയമാകുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഫ്രൂട്ട്സുകളായിരിക്കും ഇല്ലേ? നോമ്പ് പിടിക്കുന്ന ചില ആളുകൾക്ക് മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാകാറുണ്ട്. അത് തടയുന്നതിന് ഈ കൂവപ്പൊടി ഇതുപോലെ ചെയ്ത് കഴിച്ചാൽ നല്ലതാണ്. നമ്മളെ വയറ്റിൽ തണുപ്പും മനസ്സിന് കുളിർമയും ശരീരം തണുപ്പിക്കുന്നതിനും നല്ലതാണ്. ഇതിപ്പോൾ ഒരു ഏത്തക്ക അരിഞ്ഞിട്ടിട്ടുണ്ട്, ഒരു ആപ്പിൾ അരിഞ്ഞിട്ടിട്ടുണ്ട്, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, ഇതെല്ലാം ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഏത്തക്ക, ആപ്പിൾ, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി ഇതൊക്കെയാണ് ഉള്ളത്. നിങ്ങളുടെ കയ്യിൽ പുളിയില്ലാത്ത ഏതൊക്കെ ഫ്രൂട്ട്സുകളാണോ ഉള്ളത് അതൊക്കെ ഇടാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ചിയാ സീഡ്സ് ഇട്ട് കൊടുക്കാം. അടുത്തത് കൂവപ്പൊടി പാലിൽ കാച്ചി വെച്ചത് തണുപ്പിച്ചിട്ടുണ്ട്. അതുകൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് കുറച്ച് മിൽക്ക് മേഡും കൂടെ ഒഴിച്ചു കൊടുക്കുക. അത് ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി, അത് ഒഴിച്ചില്ലെങ്കിലും ഇതുപോലെ കുടിക്കാൻ നല്ലതാണ്. അപ്പം ഞാൻ ഉള്ളത് കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ വീട്ടിൽ ഒരു ഫങ്ഷനൊക്കെ വന്നാൽ ഫ്രൂട്ട് സലാഡ് പോലെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ചെയ്ത് നോക്കി ഇഷ്ടമായാൽ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.